പ്രിയരെ, പറയാനുള്ളത് അവളെക്കുറിച്ചാണ്. അവളെക്കുറിച്ച് മാത്രമാണ്. തുഞ്ചന്റെ കഥയിൽ കേട്ടത് മാത്രം ചൊല്ലിയ തത്തയെക്കുറിച്ചല്ല. ആ തലമുറയ്ക്കും വരും തലമുറയ്ക്കും വേണ്ടി ശക്തിയായി ചൊല്ലിയ സ്ത്രീയെക്കുറിച്ച്, ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചിട്ടും ഉയർന്നു വന്ന നാരിയെക്കുറിച്ച്, ചരിത്രത്തിൽ ഉറങ്ങാൻ വിധിച്ച മേലാള കളിപ്പിനെ തന്റെ ചുരുക്കത്തലപ്പുകൊണ്ട് വരച്ച വരയിൽ നിർത്തിയ ഉണ്ണിയാർച്ചമാരെക്കുറിച്ച്, മുലകുടി മാറാത്ത പിഞ്ചോമനയെ മാറാപ്പിലാക്കി യുദ്ധം ചെയ്ത ഝാൻസി റാണിമാരെക്കുറിച്ച്, മാറുമറയ്ക്കാൻ അവകാശം തേടിയ നങ്ങേലിമാരെക്കുറിച്ച്, കാൽക്കീഴിൽ അമരാനല്ല പ്രപഞ്ചത്തെ നയിക്കാനുള്ളവളാണെന്ന് തിരിച്ചറിഞ്ഞ അനേകം അമ്മമാരെക്കുറിച്ച്. ഞങ്ങൾ ആരംഭിക്കട്ടെ. അമ്മയായി, മകളായി, ഗുരുവായി, ശക്തി ദുർഗയായി ഇവൾ ഇവിടെ നിറയട്ടെ. ഇന്നും നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും തൊഴിൽ മേഖലകളിലും അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ട് അനീതിയും അതിക്രമങ്ങളും സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവൾ അമ്മയും ദേവിയും സ്നേഹവും കരുണയുമാകുമ്പോഴും ഇന്നും ചൂഷണങ്ങൾക്ക് വിധേയായിക്കൊണ്ടിരിക്കുന്നു. മേൽക്കോയ്മകൾക്കെതിരെ എന്നും അവൾ ഉരുക്കിത്തീരുന്ന മെഴുകുതിരിയാകുന്നു. സമൂഹത്തിന്റെ വിലക്കുകൾക്കും അടിച്ചമർത്തലുകൾക്കുമിടയിൽ പലപ്പോഴും അവൾക്ക് ശബ്ദം നഷ്ടപ്പെടുന്നു.
ഇവിടെയുള്ള നൃത്തയാത്ര സ്ത്രീകളുടെ മനോധൈര്യത്തിന്റെയും ശക്തിയുടെയും പോരാട്ടത്തിന്റെയും കഥയായിരുന്നു. അവളുടെ ചരിത്രത്തിന് തുടർച്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. മറ്റൊരു തരത്തിൽ അവളുടെ തുടർച്ചയാണ് ഈ ഭൂമിയുടെ നിലനിൽപ്പ്. കരുണയായി, കരുതലായി, കനിവായി, കെടാദീപമായി അവൾ മാനവരാശിയെ കെട്ടുപോകാതെ സൂക്ഷിക്കുന്നു. സ്നേഹമായി അവൾ പരക്കുമ്പോൾ, ദയയായി അവൾ നിറയുമ്പോൾ, തീയായി അവൾ പടരുമ്പോൾ, കാറ്റായി അവൾ തഴുകുമ്പോൾ, അമൃതായി അവൾ അലിയുമ്പോൾ, ഞാനും നീയും ഈ ലോകവും പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും. അവളെ, സ്ത്രീയെ, അമ്മയെ, മകളെ ഇടനെഞ്ചിൽ സൂക്ഷിച്ച് നമുക്കും അവളിൽ അലിഞ്ഞു ചേരാം.